സുധിച്ചേട്ടൻ വന്നപ്പോ സുധിച്ചേട്ടന് വേണ്ടി ഞാൻ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് മതി പുറകെ നിക്കാം എന്ന രീതിയിൽ മാറിയതാണ്. രേണു ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? നമ്മൾ വാകത്താനം, കോട്ടയം വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് പഠിച്ച സ്കൂളും എല്ലാം അവിടെ ജെറുസലേം മൗണ്ട് അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം വാകത്താനമായിരുന്നു, കോട്ടയം വാകത്താനം. ഓക്കെ. അപ്പൊ അന്നേരത്തെ സമയത്ത് രേണുവിന് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന ആളാവണം, ഭാവിയിൽ എനിക്ക് ഇന്നത് നേടണം, എങ്ങനെയൊക്കെ ഒരു എംബിഷൻ ഉണ്ടാവും. രേണുവിന് അന്ന് താല്പര്യം അപ്പൊ എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് എന്താ ഡോക്ടറാണ് അങ്ങനെ ഒരു താല്പര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇപ്പൊ എന്താണോ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു ലൈഫാണ് എന്റെ. എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെ ചെന്ന് നിൽക്കും. അപ്പൊ ആ ഒരു സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. തീരെ ചെറുതിലെ ടീച്ചറാണ്. നമ്മള് ഇലക്കെട്ടൊക്കെ അടിച്ചോണ്ട് നടക്കുന്ന ഒരു വടിയെടുത്ത് അടിക്കുക, തോർത്തൊക്കെ തലയെ കെട്ടുക, സാരിയൊക്കെ കൊടുത്ത്. പിന്നെ അതങ്ങ് വിട്ട്. പിന്നെ ഇന്ന ആളാകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പം കുഞ്ഞിനോട് മൂത്ത മോന് അവൻ ആനിമേഷനാണ്. അത് കുഞ്ഞിലെ തൊട്ട് കുഞ്ഞിലെ എന്നല്ല, ഞാൻ കണ്ടപ്പോ തൊട്ടേ സൂചേട്ടനും എപ്പോഴും പറയും അവന് ആനിമേഷന്റെ ഇതൊക്കെയാണ് ഇഷ്ടം. അവനും അങ്ങനെ തന്നെയായിരുന്നു, ഗെയിമർ. അവൻ ഗെയിമൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ആനിമേഷൻ, അപ്പൊ അവൻ ആ ഒരു തലത്തിലാണ്. ഋതപ്പനോട് ഇളയതിനോട് പറയും അച്ഛന് ഇഷ്ടം പൈലറ്റ് ആവണോന്നാണ്. നീ പൈലറ്റ് ആവണോ? തീയുടെ എന്നോട് ഈ ഫ്ലൈറ്റിന്റെ പ്രശ്നം, അമ്മ ഞാൻ പൈലറ്റ് ആവണോ? ഞാൻ പറഞ്ഞു ആയേ പറ്റത്തുള്ളൂ. അപ്പൊ അവരോട് ഞാനിത് പറയും. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള അംബിഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു.